ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രുചിയുള്ള 4 മണി പലഹാരമാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ ഒരു പലഹാരം നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനി റെഡിയാക്കിയെടുക്കാം. 1 കപ്പ് പൊടിച്ച ശർക്കര പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത് അരിപ്പൊടിയിലാണ്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരമാണ് നമ്മുടെ പലഹാരത്തിന് കിട്ടുന്നത്. ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ശർക്കര നല്ലതുപോലെ മെൽറ്റായി ശർക്കര പാനി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ശർക്കര നല്ലതുപോലെ മെൽറ്റായി ശർക്കര പാനി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ശർക്കര പാനിയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്കിത് അരിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ എടുക്കാവുന്നതാണ്. നെയ്യ് മെൽറ്റായി വരുമ്പോൾ നാളികേരക്കൊത്ത് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കണം. ഈ നാളികേരക്കൊത്തിൻ്റെ കളർ കൂടുതൽ അങ്ങ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റായിട്ട് കളർ മാറുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നാളികേരക്കൊത്ത് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്, എള്ള് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഇപ്പോൾ നാളികേരക്കൊത്ത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നാളികേരക്കൊത്ത് ഈ ഒരു കളർ ചേഞ്ച് ആകുന്നത് വരെ മാത്രം വറുത്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനി നല്ലതുപോലെ ഒന്ന് തിളച്ചു വരണം. 1/2 കപ്പ് അളവിൽ ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ പലഹാരത്തിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 4 ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിരകിയ നാളികേരവും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ശർക്കരപ്പാനി നല്ലതുപോലെ തിളച്ച് വരണം. ഇവിടെ ഇപ്പോൾ ശർക്കരപ്പാനി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പാനിൽ നിന്ന് വിട്ടുവരുന്ന ഈ ഒരു പാകത്തിന് നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിന് നല്ല ചൂടാണല്ലോ, ഇതിൻ്റെ ചൂടൊന്ന് കുറയുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ചൂട് ആറിയതിന് ശേഷം കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ അല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം ഈ മിക്സിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ദാ ഇവിടെ ഇപ്പോൾ മാവ് മുഴുവനും ഇതുപോലെ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഇഡ്ഡലിപ്പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ഡലിപ്പാത്രത്തിൽ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും തട്ടിലേക്ക് വെച്ചു കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഇതുപോലെ തട്ടിലേക്ക് വെച്ചു കൊടുക്കാവൂ. അതിനുശേഷം ഇഡ്ഡലിപ്പാത്രം അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കൂടുതൽ നേരം നമ്മളിത് കുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം ഹാർഡായി പോകും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പലഹാരത്തിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ ഒരു പലഹാരം ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.